ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയെന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റിയൊന്നും ചുളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഗോതമ്പ് പൊടിയുടെ ഒരു കേക്കാണെന്ന് ആരും പറയില്ല. അപ്പോൾ വളരെ രുചികരമായ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഈ ഷുഗർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 3-4 ടീസ്പൂണോളം പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ നമുക്ക് 2 ചെറിയ ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് 3 കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി ഒഴിക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം പാലാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചത്. ഇനി ബാക്കിയുള്ള 1/2 ഗ്ലാസ് പാല് നമുക്ക് അവസാനം ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കേക്കിന് വേണ്ടി മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലേശം ഉപ്പിടാൻ വേണ്ടി മറന്നുപോയി. ഒരു അല്പം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി, ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിനി ഈ ബാറ്റർ ഇത്ര മതി, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരല്പം ബട്ടറോ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വശങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് കേക്ക് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ അതിൻ്റെ സൈഡിലും നമ്മൾ ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പെട്ടെന്ന് കേക്ക് ഇങ്ങോട്ട് വിട്ടുപോരും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട 2 ടീസ്പൂൺ പഞ്ചസാര 1/2 ഗ്ലാസ് പൊടിക്ക് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഒരു മീഡിയം മധുരമാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ മധുരം കറക്റ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം ആ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു റിങ് വെച്ചിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുക. ആ പാത്രം ഒന്ന് മൂടിയതിന് ശേഷം വേണം നമുക്ക് ഈ കുക്കർ മൂടാൻ. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഏകദേശം ഒരു 40-45 മിനിറ്റ് വേണ്ടി വരും ഇത് കുക്കായി കിട്ടാൻ. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് മിക്സ് റെഡിയാക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യണ്ടേ കേക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി പാലില്ലേ അതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അധികം തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. നമുക്കൊരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മൂടി ഒന്ന് തുറക്കാം. കണ്ടിട്ട് കേക്ക് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി കുക്കായി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ കത്തിയിൽ ഇപ്പോൾ ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് ചൂടാറാൻ വെക്കണം. ചൂട് നന്നായിട്ട് ആറിയാലും മാത്രമേ അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു പോരുള്ളൂ. അപ്പോൾ ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. കണ്ടോ നമ്മുടെ കേക്ക് എത്ര പെർഫെക്റ്റ് ആണെന്ന് നോക്കി. ഇത് ഗാർണിഷ് ചെയ്തെടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ കഴിക്കാനും
സൂപ്പർ ടേസ്റ്റായിരിക്കും. എന്നാലും നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിൻ്റെ മേലേക്കൊക്കെ ഇട്ട് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, നല്ല ഈസിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. കാണുമ്പോൾ നമ്മൾ കരുതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഭംഗി ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഈ കിടുക്കാച്ചി കേക്കിൽ കുറച്ച് ക്യാൻഡി വിതറി കൊടുക്കാം. എന്തൊരു ഭംഗിയെന്ന് നോക്കി നമ്മുടെ കേക്ക് കാണാനായിട്ട്. കടയിൽ നിന്ന് പോലും നമുക്ക് മേടിക്കാൻ കിട്ടില്ല ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു കേക്ക്. ഇത്രയും ഭംഗി മതിയെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് നിർത്താം. ഇനിയും ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി കേക്ക് ഇവിടെ അങ്ങനെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ ഏതൊരു ഫംഗ്ഷൻ നമുക്ക് വന്നാലും നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗോതമ്പ് പൊടിയാണ് വെച്ചിട്ടുള്ള കേക്കാണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട. ഏറ്റവും ലാസ്റ്റ് പൊളിച്ചാൽ മതി അത് ഗോതമ്പ് പൊടിയുടെ കേക്കായിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത പരിപാടി കേക്ക് മുറിക്കലാണ്. കേക്കൊന്ന് മുറിച്ച് നോക്കാം നമുക്ക്. എന്തൊരു സോഫ്റ്റാ, അങ്ങോട്ട് താന്നു പോയി കത്തി വെച്ചിട്ട്. നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ട അതിൻ്റെ ആ സ്ട്രക്ചർ കണ്ട നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ കേക്ക് നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നണ ഒരു കേക്കാണിത്. നമുക്ക് ആണെങ്കിൽ അധികം ചിലവുമില്ല. ആ ഗോതമ്പ് പൊടിയും പാലും ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും, വീട്ടിലുള്ള സാധനം തന്നെയാണ്. നമുക്ക് ആ ചോക്ലേറ്റ് പൗഡറും കൊക്കോ പൗഡറും മാത്രം ഒരു 30 രൂപ ചിലവിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.